PSC Codes Logic and Tricks. ഇന്ന് നമ്മൾ PSC Bulletin ജനുവരി 15 2023 നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേയധികം അതായത് വാർഷിക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ കാരണം കുറേ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള PSC Bulletin ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് നോക്കാം. ഹർ ഘർ ജൽ സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഹർ ഘർ ജൽ സർട്ടിഫിക്കേഷൻ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ. അതുപോലെ ഹർ ഘർ ഗംഗാജൽ പദ്ധതി വരുന്നത് ബീഹാറിലാണ്. ഹർ ഘർ ഗംഗാജൽ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ബീഹാറിലാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവാൻ ചാൻസ് ഇല്ല. എന്താ, ഗംഗാജൽ എന്ന് പറയുമ്പോൾ ഗംഗയുടെ അടുത്തായിരിക്കും അല്ലേ? അപ്പോൾ ഗോവ ഒരിക്കലും ഗംഗയുടെ അടുത്താകാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ ആവില്ല. സോ ഗോവനെ എങ്ങനെ കണക്ട് ചെയ്യും? ഹർ ഘർ ജൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും കുടിവെള്ള പൈപ്പ് കണക്ഷൻ കൊടുത്ത ഒരു പദ്ധതിയാണ് ഹർ ഘർ ജൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എല്ലാ വീടുകളിലും കുടിവെള്ള പൈപ്പ് കണക്ഷൻ വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു സംസ്ഥാനത്താണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ പൈപ്പ് കണക്ഷൻ എല്ലാ വീടുകളിലും കൊടുക്കാനായിട്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഇതുവരെ വന്നിട്ടില്ല, ചെറിയ സംസ്ഥാനമായിട്ട് കൂടി. ഇപ്പോൾ എന്താണ്, ഏറ്റവും കുഞ്ഞു സംസ്ഥാനത്തായിരിക്കും ആദ്യമായിട്ട് എല്ലാ വീടുകളിലും കുടിവെള്ള പൈപ്പ് കണക്ഷൻ എത്തിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ എത്തിച്ചിരിക്കുക എന്ന് ഓർക്കുക. സോ ഗോവയിലാണ് ഹർ ഘർ ജൽ സർട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് കിട്ടുന്നത്. ഇനി ഹർ ഘർ ഗംഗാജൽ, ഗംഗയുടെ അടുത്തായിട്ടുള്ള ഒരു സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അപ്പോൾ ബീഹാറിന് വേണമെങ്കിൽ ഹറായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം, പക്ഷെ മറ്റേ ഹറായിട്ട് കണക്റ്റഡ് ആയി പോകരുത്. ഏത് ഹർ ഘർ ജൽ എന്നുള്ളതായിട്ട് മാറിപ്പോകരുത്. കാരണം എന്താ, അത് ഗോവയാണ്, ചെറിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ എന്ന് വിചാരിക്കാം. സോ ഹർ ഘർ ഗംഗാജൽ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. ഇനി നവംബർ 14 ശിശുദിനമാണെങ്കിൽ നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കാൻ നമ്മുടെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. സോ നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോത്രവർഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സ്മരണ പോലെയാണ്. നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ആലോചിക്കുക, 14 എന്ന് പറഞ്ഞാൽ ശിശുദിനമാണല്ലോ, അത് കഴിയുമ്പോൾ കുറച്ച് ഗൗരവമുള്ളൊരു ദിനമായിട്ട് ആചരിക്കുന്നു. അങ്ങനെ ശിശുദിനം അങ്ങനെ ചെറിയൊരു ഇതായിട്ട് കൂട്ടാതെ വലിയൊരു കാര്യമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ആലോചിക്കാം. ആക്ച്വലി ശിശുദിനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദിനമൊന്നും അല്ല. ആക്ച്വലി നമുക്കറിയാം ജവഹർലാൽ നെഹ്റു വലിയൊരു ഫ്രീഡം ഫൈറ്ററിൻ്റെ തന്നെ ജന്മദിനമാണ്. അതിന് അങ്ങനെ കണക്ട് ചെയ്താലും മതി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിന് ശേഷം പിറ്റേ ദിവസം ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്നു, അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഇനി ഡിസംബർ 25 നമുക്കറിയാം ക്രിസ്മസ് ആണ്. ഡിസംബർ 26 വീർ ബാൽ ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റൊക്കെ പ്രതീക്ഷിച്ച് കുട്ടികളൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഡിസംബർ 26 അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡേ, അതായത് വീർ ബാൽ ദിവസ്, കുട്ടികൾ അതായത് വീരബാലന്മാരുടെ ദിവസം ആയിട്ട് ആചരിക്കുന്നു അല്ലേ. അപ്പോൾ അതും 2022 മുതലാണ് ഈ ഒരു ഡേറ്റ് ഇങ്ങനെ ആചരിക്കാമെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 26 2022 തൊട്ടിട്ടാണ് ഇതിങ്ങനെ ആചരിക്കുന്നത്. സോ നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസം, ഡിസംബർ 26 വീർ ബാല ദിവസം ആണ്. ഇനി ഫസ്റ്റ് ഇന്റർനാഷണൽ പീസ് സെന്റർ, ഇന്ത്യയിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ പീസ് സെന്റർ ഗുരുഗ്രാമിലാണ്. 2000 അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ പഠിക്കാം? പീസ് അല്ലേ, പീസ് എന്ന് പറഞ്ഞാൽ എന്താ, സമാധാനം. അപ്പോൾ ഗുരുഗ്രാമിൽ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നേരക്ക് നടത്താനുള്ള ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു പീസും സമാധാനവും അന്തരീക്ഷവും ആയിരിക്കുമല്ലോ. സോ അങ്ങനെ വിചാരിക്കാം. ഫസ്റ്റ് ഇന്റർനാഷണൽ പീസ് സെന്റർ വരുന്നത് ഗുരുഗ്രാമിലാണ്. 2022 മിസ് ഇന്ത്യ USA എന്ന് പറയുന്നത് ആര്യ വാൽവേക്കർ ആണ്. 2022 മിസ് ഇന്ത്യ USA ആരാണ്? ആര്യ വാൽവേക്കർ. ഇന്ത്യ USA എന്ന് പറയുന്ന പോലെ തന്നെ പേര് പകുതി ഇന്ത്യൻ പേരും പകുതി ഒരു USA പേരും പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ, ആര്യ വാൽവേക്കർ. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗ് വെന്യൂ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മേളനത്തിൻ്റെ ആതിഥേയത്വം ആരാണ്? ഇന്ത്യയാണ് വഹിക്കുന്നത്. 2023 ജിയോളജിക്കൽ കോൺഗ്രസിൻ്റെ വെർച്വൽ ആതിഥേയത്വവും ആരാണ്? ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിങ്ങിൻ്റെ ഹോസ്റ്റും അതുപോലെ ജിയോളജിക്കൽ കോൺഗ്രസിൻ്റെ ഹോസ്റ്റും ഇന്ത്യയാണ്. പക്ഷേ ജിയോളജിക്കൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വെർച്വലായിട്ട് നടന്നേ ഉള്ളൂ. ഇനി 2023 സ്പൈസ് കോൺഗ്രസ്, അതായത് സുഗന്ധവ്യഞ്ജന കോൺഗ്രസിൻ്റെ
വെന്യൂ എന്ന് പറയുന്നത് മുംബൈ ആണ്. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്പൈസ് കോൺഗ്രസ് മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സമത്വ പ്രതിമ, ഒരു സമത്വ പ്രതിമ ഈ അടുത്ത് നരേന്ദ്രമോദി നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമത്വ പ്രതിമ ആരുടെ പ്രതിമയാണ്? ശ്രീ രാമാനുജാചാര്യ, ഒരു ആചാര്യനാണ്. ശ്രീ രാമാനുജാചാര്യയുടെ പ്രതിമയാണ്. 216 അടി ഉയരമുള്ള പ്രതിമയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ലോഹ പ്രതിമകളിൽ ഒന്നാണ് ഈ സമത്വ പ്രതിമ അല്ലെങ്കിൽ ശ്രീ രാമാനുജാചാര്യ എന്ന ആത്മീയ ആചാര്യന്റെ പ്രതിമ. അപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇനി ഈ അടുത്ത് ഒരു കപ്പലും അതുപോലെ ഒരു അന്തർവാഹിനിയും ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ നേവിയുടെ. സോ ആ ഇന്ത്യൻ നേവിയുടെ ഡീകമ്മീഷൻ ചെയ്ത് ഈ റീസെൻ്റ് ആയിട്ട് 34-35 വർഷം എത്തിയ ഒരു അന്തർവാഹിനിയും അതുപോലെ കപ്പലും ഡീകമ്മീഷൻ ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അന്തർവാഹിനിയുടെ പേരാണ് സിന്ധുരാജ്, INS സിന്ധുരാജ്. അതുപോലെ കപ്പലാണ് INS ഗോമതി. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ അന്തർവാഹിനിയാണ് INS സിന്ധുരാജ്. അതുപോലെ കപ്പലാണ് INS ഗോമതി. ഇന്ത്യയിലെ ആദ്യത്തെ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന് പറയുന്നത് മണ്ഡല ജില്ലയാണ്, മധ്യപ്രദേശിലെ മണ്ഡല ജില്ല. ഫങ്ഷണലി ലിറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ തൊഴിലിടങ്ങളിലും ഒരു ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആ ഒരു ഷാർപ്നെസ്സും ആ ഒരു സ്മാർട്ട്നെസ്സും ഒക്കെയാണ്. സോ ഫങ്ഷണലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ജില്ലയാണ് മണ്ഡല. പക്ഷെ പേര് കേൾക്കുമ്പോൾ മണ്ട ഇല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ദേ ആർ ഫങ്ഷണലി ലിറ്ററേറ്റ്. കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അവർ ഫങ്ഷണൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കാം. സോ ഫങ്ഷണലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് മണ്ഡല ജില്ല, മധ്യപ്രദേശ്. ഇനി ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത് ഡ്രഗ്സിനെ, ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സിൻ്റെ വിൽപ്പനയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗരുഡ. ഗരുഡ അല്ലേ, ഈഗിൾ ഐസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുക അല്ലേ, എന്നിട്ട് എവിടെയെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയുക എന്നുള്ളതാണ്. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ സംവരണം 10% അത് ഈ അടുത്ത് സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിനുള്ള സംവരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലും അതുപോലെ സർക്കാർ ജോലിയിലും 10% സംവരണം അവർക്കുണ്ട്. ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന ഓപ്പറേഷൻ യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഗംഗ. പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ ഗം ഗം അല്ലെ, കം കം എന്നുള്ള പോലെ. അപ്പോൾ എന്താണ്, എവിടെ നിന്നോ ആൾക്കാരെ നമ്മുടെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഇപ്പോൾ ഈ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന യുക്രൈനിൽ, റഷ്യ അങ്ങനെയുള്ള സ്ഥലം. സോ യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊണ്ടുവരുന്ന. ഇനി INC പ്രസിഡന്റ്, ലേറ്റസ്റ്റ് ആയിട്ട് INC പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. 98ാമത് INC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ചെന്നൈ കോർപ്പറേഷന്റെ ആദ്യത്തെ ദളിത് വനിതയായിട്ടുള്ള മേയറാണ്. ആരാണ്? R പ്രിയ. ചെന്നൈ കോർപ്പറേഷന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള, അതായത് 333 വർഷങ്ങളായിട്ടും ഈ ചെന്നൈ കോർപ്പറേഷനിൽ ഇതുവരെ ഒരു ദളിത് വനിത മേയറായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ദളിത് വനിത അവിടെ മേയറായിട്ട് വരുന്നത്. അതാരാണ്? R പ്രിയയാണ്. വളരെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് R പ്രിയ. ഫസ്റ്റ് ദളിത് വുമൻ മേയർ ഓഫ് ചെന്നൈ കോർപ്പറേഷൻ. ഇനി അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ എന്ന് പറയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ ആരാണ് ഈ കണക്കെടുത്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കോണമി മോണിറ്ററി സെന്റർ ആണ്. ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിരക്ക് വന്നിരിക്കുന്നത് ഹരിയാനയിലാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കാം. അതായത് അവിടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നാണല്ലോ ഹരിയാന അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? പശുവിനെ വളർത്തുന്നു, പാല് എടുക്കുന്നു, കറക്കുന്നു, വിൽക്കുന്നു. അങ്ങനെ ആർക്കും അങ്ങനെ പുറത്തേക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ പാല് കറന്ന് വിറ്റ് അങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ആലോചിക്കാം. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി ഗഗൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന എക്സസൈസ് ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആയിരുന്നു ഗഗൻ സ്ട്രൈക്ക്. എയർഫോഴ്സ് അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലേ ഗഗൻ എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ആർമിയും.
ഇന്ത്യൻ ശിക്ഷാ നിയമം 124A ഈയിടെ മരവിപ്പിക്കുകയുണ്ടായി. അത് രാജ്യദ്രോഹ കുറ്റമായിരുന്നു. NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ ഒരു നിയമം മരവിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് കൊണ്ടുവരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 124A ആണ് ഈയിടെ മരവിപ്പിച്ചത്. ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു 3-അംഗ ബെഞ്ചിൻ്റെ ഹെഡ് അല്ലെങ്കിൽ അതിനെ നയിച്ചതെന്ന് പറയുന്നത് NV രമണയാണ്. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ അന്വേഷണ കൗണ്ടറുകളുടെ പുതിയ പേരാണ് സഹയോഗ്. ഓക്കെ, അപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നു. അവരുടെ അന്വേഷണ കൗണ്ടർക്ക് അങ്ങനെ ഹെൽപ്പ് ഡെസ്ക് എന്ന് ഇട്ടിട്ട് അവർക്ക് ഒരു താല്പര്യമില്ല, ഒരു ഭംഗിയില്ല അല്ലേ. സോ എന്ത് ചെയ്യുന്നു, സഹയോഗ് എന്നിട്ട് കുറച്ചുകൂടെ പീപ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേര് പോലെ അല്ലേ, സഹയോഗ്, സഹകരിച്ച് പോകുന്ന അങ്ങനെ ഒരു പേര് പോലെയുണ്ട്. സോ ഹെൽപ്പ് ഡെസ്ക് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആർ റീനെയിംഡ് ആസ് സഹയോഗ്. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ അലൂമിനിയം ചരക്ക് വാഗണുകൾ വന്നത് ഭുവനേശ്വറിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ അലൂമിനിയം ചരക്ക് വാഗണുകൾ, അലൂമിനിയം കൊണ്ടിട്ടുള്ള ചരക്ക് വാഗണുകൾ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഭുവനേശ്വറിലാണ്. ഹിൻഡാൽകോ കമ്പനിയാണ് കേട്ടോ ഈ ഒരു അലൂമിനിയം ചരക്ക് വാഗണുകൾ ഉണ്ടാക്കിയത്. സോ ഭുവനേശ്വറിലാണ് ഇത് വരുന്നത്. അത് ഇനോഗ്രേറ്റ് ചെയ്തത് റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ്. ഇനി കോവിഡ് ഒമിക്രോണിൻ്റെ കുറച്ച് വകഭേദങ്ങൾ ഇപ്പോൾ ഈയിടക്ക് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവന്നിരുന്നു. അതിൽ 4 എണ്ണമാണ് നമ്മൾ പറയുന്നത്. BA.4 തെലങ്കാനയിലാണ് ഈ അടുത്ത് കണ്ടുപിടിച്ചത്. BA.5 തമിഴ്നാട്ടിലും BQ.1 മഹാരാഷ്ട്രയിലും, അതുപോലെ BA.2.75 എന്ന് പറയുന്ന ഒരു വകഭേദം കൂടി കണ്ടുപിടിച്ചിട്ട് അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ BA.2.75, BA.4, BA.5, BQ.1 ഇതൊക്കെ ഇന്ത്യയിൽ ഈ അടുത്ത് കണ്ടുപിടിച്ച ഒരു ഒമിക്രോൺ വകഭേദമാണ്. ഇനി ഇന്ത്യയിലെ 10 ലക്ഷം ആശാ വർക്കർമാർക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ചു. ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർക്ക് ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ചു. അതായത് കോവിഡിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചതിനും ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ എത്തിച്ചതിനുമാണ് ഇവർക്ക് ഈ അംഗീകാരം ലഭിച്ചത്. ഇനി 52ാമത് ടൈഗർ റിസർവ്, ഇന്ത്യയിലെ 52ാമത് ടൈഗർ റിസർവ് സെൻറ്റർ ഏതാണ്? രാംഘട്ട് വിഷ്ദാരി റിസർവ് ആണ്. രാംഘട്ട് വിഷ്ദാരി റിസർവ് അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. രാംഘട്ട് ടൈഗർ റിസർവ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 52ാമത് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഫാൽഗു റിവറിലുള്ള റബ്ബർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം. ഫാൽഗു റിവറിലെ റബ്ബർ ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം. അത് ഉദ്ഘാടനം ചെയ്തത് ബീഹാറിലാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ഓക്കെ, അപ്പോൾ ഫാൽഗു നദിയിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം ആയിട്ടുള്ള റബ്ബർ ഡാം, ഫാൽഗു റിവറിലുള്ള റബ്ബർ ഡാം ഉദ്ഘാടനം ചെയ്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ഇനി രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ഒരു പാത നവീകരിച്ചു. അതിൻ്റെ പേര് കർത്തവ്യ പഥ് എന്നാക്കി കേട്ടോ. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പേരെന്താണ്? കർത്തവ്യ പഥ്. പ്രധാനമന്ത്രിയാണ് അത് നാടിന് സമർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയും ഇന്ത്യ ഗേറ്റും എന്ന് പറയുമ്പോൾ എന്താണ്? കർത്തവ്യമായിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഇൻഫൻട്രി മ്യൂസിയം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ കാലാൾപ്പട മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ കാലാൾപ്പട മ്യൂസിയം ഒരു കൻ്റോൺമെൻറ്റിലാണ്. ഏത് കൻ്റോൺമെൻറ്റിലാണ്? മോവ് കൻ്റോൺമെൻറ്റിലാണ്. അതെവിടെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ മോവ് കൻ്റോൺമെൻറ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാലാൾപ്പട മ്യൂസിയം അല്ലെങ്കിൽ ഇൻഫൻട്രി മ്യൂസിയം വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള രാഹുൽ നർവേക്കർ ആണ്. രാഹുൽ നർവേക്കർ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നിയമസഭാ സ്പീക്കർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂ ഏതാണ്? ഏറ്റവും മികച്ച മൃഗശാല
പത്മജ നായിഡു സൂ, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലുള്ള പത്മജ നായിഡു സൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൃഗശാല. ഇനി എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ഓക്കെ, ഈ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും എന്ത് ചെയ്യുന്നു, ലൈബ്രറി കൊണ്ടുവരുന്നു. അപ്പോൾ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതെന്ത് ചെയ്യുന്നു, മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെ, സാക്ഷരതയിലൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രാമങ്ങളിലും എന്ത് ചെയ്യുന്നു, ലൈബ്രറി കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ ജംതാര ജില്ലയാണ്. ജാർഖണ്ഡിലെ ജംതാര ജില്ലയിലാണ് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി കൊണ്ടുവരുന്നത്. അത് ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നത്. ഇനി റീസെൻ്റ് ആയിട്ട് ഈ അടുത്ത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ബീച്ചുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ബീച്ചുകൾ: ലക്ഷദ്വീപ് മിനിക്കോയിലെ തുണ്ടി ബീച്ച്, ലക്ഷദ്വീപ് മിനിക്കോയ് തുണ്ടി ബീച്ച്, അതുപോലെ കടമത്ത് ബീച്ച്. ഈ 2 ബീച്ചിനുമാണ് ഈയിടെ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചത്. ഇപ്പോൾ മൊത്തത്തിൽ 12 ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ബീച്ചുകൾ ഇന്ത്യയിലുണ്ട്, 12 എണ്ണം. ഇനി ഈയിടെ രാജ്യസഭാ നോമിനേഷൻ ലഭിച്ച പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റിന്റെ രാജ്യസഭാ നോമിനേഷൻ ലഭിച്ച വ്യക്തികളാണ് PT ഉഷ, ഇളയരാജ, വി വിജയേന്ദ്ര പ്രസാദ്, വീരേന്ദ്ര ഹെഗ്ഡെ. ആരൊക്കെയാണ്? PT ഉഷ ഒളിമ്പ്യനാണ്, ഇളയരാജ സംഗീതജ്ഞനാണ്, വി വിജയേന്ദ്ര പ്രസാദ് ഒരു ഡയറക്ടറാണ്, വീരേന്ദ്ര ഹെഗ്ഡെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 4 പേർക്കാണ് ഈ അടുത്ത് രാജ്യസഭാ നോമിനേഷൻ വന്നത്. PT ഉഷ, ഇളയരാജ, വിജയേന്ദ്ര പ്രസാദ്, വീരേന്ദ്ര ഹെഗ്ഡെ. ഇനി രാജു ആൻഡ് 40 തീവ്സ് എന്ന് പറയുന്ന കാർട്ടൂൺ പുസ്തകം ഇറക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, എന്തിനാണ് ഒരു കാർട്ടൂൺ പുസ്തകം ഇറക്കിയെന്ന് വെച്ചാൽ ഈ പേര് പറയുന്ന പോലെ രാജു ആൻഡ് 40 തീവ്സ് എന്ന് പറയുന്ന പോലെ ഫ്രോഡ്സിൻ്റെ പല തരത്തിലുള്ള വകഭേദങ്ങളുണ്ടല്ലോ, ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് RBI രാജു ആൻഡ് 40 തീവ്സ് എന്ന പേരിൽ ഒരു കാർട്ടൂൺ ബുക്ക് ഇറക്കിയത്. സായുധ സേനയിൽ 4 വർഷത്തെ നിയമനം നടത്താനുള്ള പദ്ധതിയാണ് അഗ്നിപഥ്. ഇപ്പോൾ സായുധ സേനയിൽ ആർക്കെങ്കിലും ചേരണമെങ്കിൽ 4 വർഷം സേവനം ചെയ്യാം. ആ ഒരു പദ്ധതിയാണ് അഗ്നിപഥ്. സായുധ സേന നമുക്കറിയാലോ, ചുമ്മാ ഒരു ചുറ്റിക്കളി ഒരു ഇതുമല്ല, ഭയങ്കര തീക്കളിയാണ് അല്ലേ. അഗ്നിപഥ് ഒരു അഗ്നിയുള്ള പാതയാണെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു പേജിൽ പറഞ്ഞത്. നമുക്കിനി വീണ്ടും അടുത്ത പേജിലേക്ക് പോവാം.